എന്റെ മോനെ പുറകെ നടക്കല് ദൈവം എന്റെ ചെറുക്കനെ വിളക്കാൻ നോക്കല് കണ്ണൻ കലാശമൊക്കെ കാണിച്ച് ഉള്ള കാര്യം ഞാൻ ഇപ്പോഴേ പറയാം മീനുക്കുട്ടി മനസ്സിലായോ ഒപ്പപ്പൂ ഉടക്കി നിനക്ക് വാസം ഉണ്ടായിട്ട് ഒരുമിക്കാൻ താല്പര്യം ഉണ്ടോ ഇല്ലേ കേട്ടില്ല 400 കോടിയൊക്കെ വാസുണ്ടെങ്കിൽ ചുമ്മാ പുഷ്പം മറിക്കുന്ന കിട്ടും നിനക്ക് ഒരു 1000 കോടി പറ അലീനല്ലേ ഇത് ജോണിയാവാ പ്രചാരണമൊക്കെ ഏതൊരെത്തി എനിക്കറിയില്ല സ്ഥാനാർത്ഥിയുടെ അനക്കം വല്ലതും ഉണ്ടോ സ്ഥാനാർത്ഥിയുടെ ഉണ്ടോ ജോക്കി ഉണ്ടോ ഞാൻ വിളിച്ചപ്പോ 2 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പോയി ആണോ ചന്ദ്ര കൊന്നാ നിന്നെ ഞാൻ വിളിച്ചപ്പോ ഞാൻ പേരെന്താ കുട്ടിയുടെ വെടിവെച്ചു വന്നാ ഇല്ല എന്താ പേര് ചന്ദ്രൻ ഇന്നലെ ജോക്കി എന്തോ വെടിവെക്കാൻ പോയപ്പോൾ ഇവൾ ഫ്രണ്ട് ഓ കുട്ടിയാണ് അണ്ണുവിന്റെ കൂടെ ബാക്കി ഇരുന്നേ കുട്ടി അതൊരു അബദ്ധമായിരുന്നു മിസ്ഫയർ ആയിരുന്നു കേട്ടോ ക്ഷമിക്കണം കേട്ടോ സോറി വിഷമായി കേട്ടോ അറിയണ്ടല്ലടാ ഇത് ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ കുറച്ച് എയിംപോട്ടാണേ നീല കുറച്ച് ദിവസം കൊണ്ട് അപ്പൊ അറിയാണ്ടൊരു പിടി ഏതാ ഏതാ ചുള്ളനേട്ടാ പാന്റും ഷർട്ടും ഇതാരാ കുക്കുടാണോ ഇവിടെ കാർലോ എന്തിയെ നേരത്തെ പോണതല്ലേ പല അപ്പാപ്പം മറ്റേ ഇപ്പൊ ഇതുണ്ടല്ലോ സമയം കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞ സാധനം കറക്റ്റ് ടൈമാണ് ആള് അതെ അതെ അയ്യ അങ്ങേക്ക് കൃത്യനിഷ്ഠതയും സെർവർ നേരെ കിഴിപ്പോട്ടും ഓണാക്കി എന്നിട്ട് മറ്റേ അവിടെ സെർവർ സ്റ്റാറ്റസ് പോലും കാണിക്കുന്നില്ല എന്നാ കേട്ടെ ആണല്ലേ കണ്ടോ രണ്ട് കാറും ഓർത്താൻ കത്തിയും നിങ്ങളുടെ 11 ഇന്ന് നമുക്ക് 11 വരെയാണോ 11 10 11 12 അങ്ങനല്ലേ സമയം പോകുന്നത് ആണെന്ന് തോന്നുന്നു 11 വരെയെന്നാ തോന്നണേ സൂര്യബോസിനെ കണ്ടില്ലേ ഇന്ന് ഇപ്പൊ ഓടിപ്പോന്ന കണ്ടായിരുന്നു മറ്റേ അവന്റെ മെമ്മിയുടെ കൂടെ ആയിരിക്കുമല്ലോ മെമ്മി എന്നാ വലിയ മെമ്മിയുടെ കൂടെ ആയിരിക്കുമല്ലേ വലിയമ്മ അല്ല അല്ല ഇവിടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ത് രണ്ട് പോയാ ഇതാര് നിങ്ങക്ക് എന്നെ മാത്രമാണോ കാണുന്നേ എന്നെ പോലെ വേറെ ആളെ കാണുന്നുണ്ടാ മറ്റേ അങ്ങേരെ സർവറിനെതിരെ പറഞ്ഞോണ്ടാട്ടാ കിളവന്റെ ഓടോ അയ്യോ മോനെ ഞാൻ വിചാരിച്ച ബഗ്ഗാണെന്ന് വെടി സോറി സൂര്യ മാറിപ്പോയി ആള് മാറിയതാ എന്നാ വലിക്ക് ഇതോട് വരികയെ ഇവിടെ അവിടെ കൊല്ലാൻ പറ്റില്ല ശേ സൂര്യ മോനെ അഡ്മിനെ ഒന്ന് പൊക്കോ അഡ്മിൻ കാരണോ ഇത് അഡ്മിന് കാരണം ഒന്ന് പൊക്ക അഡ്മിനെ ഇല്ലടാ കൊന്നല്ല എനിക്ക് വാണിംഗ് ഒക്കെ അമ്മ ചന്ദ്രൻ അതെ ഞാനേ ഇവിടെ വന്നപ്പോഴേ ഒരു എലി വിദ്യാലയത്തിനെ കുറിച്ച് കേട്ടായിരുന്നു എലി വിദ്യാലയത്തിലെ പ്രിൻസിപ്പൾ അതിങ്ങനെ ഹലോ എലി വിദ്യാലയത്തിലെ പ്രിൻസിപ്പളെ എലി ആരോ വന്നിരിക്കുന്നു ഞാൻ എലി വിദ്യാലയത്തിനെ കുറിച്ച് ഇവിടെ വന്നപ്പോ കൊറേ ഒരു മതിപ്പില്ല അത് ഉള്ളതാണല്ലോ പണ്ട് തൊട്ട് അത് നല്ല കോണം പിള്ളേരെല്ലാം കണ്ടപ്പോ അതെ ഞാൻ കാര്യം പറട്ടെ ഒരു സ്ഥാപനം ഞാൻ ആ എലിതൽ അടച്ച് അവിടെ ഒരു ബാറാക്കാൻ പോവാ
അതെ അതെ ആ അതെ അതിലും ഭേദം അതാണ് ചന്ദ്രൻ. അതെന്താണെന്നറിയോ നമ്മൾക്കൊരു PT സാർ ഉണ്ടായിരുന്നു ആ കഴകം കെട്ടവൻ കാരണമാണ് ആ അല്ല ഇത് സ്കൂൾ തുറക്കാൻ പറഞ്ഞ ഡേറ്റിന് അധ്യയന വർഷത്തെ സ്കൂൾ തുറന്നില്ല ഒന്നാമത്തെ കാര്യം. സ്കോർ തുറന്നത് അവിടെ ഉള്ള ഒരു പിഴച്ച ചെറുക്കൻ ഒരു പിഴച്ച ആ അതിന്റെ പേര് ആ കോളേജിന്റെ ആ സ്കൂളിന്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ എലി, അത് തന്നെ വിഷയം. അതെ നിന്നെ നിന്റെ അമ്മയെ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടാ. നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് ആശീർവാദമൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കയറി മതി. അമ്മാമോ പാസം ഞാൻ എവിടെയാ പോ സ്കൂളിൽ കഞ്ചാവിക്കല്ലേ പോണേ. പിന്നെ പെണ്ണ് പിടി, കഞ്ചാവ് വിൽപ്പന, ഹാൻസ് അത് പബ്ലിക് ടോയ്ലറ്റ് ആയിട്ടാണ് നാട്ടുകാർ കാണുന്നത്. നിന്റെ ഗേൾഫ്രണ്ട് വരുന്നു നിന്റെ ഗേൾഫ്രണ്ട് വരുന്നു സൂര്യ. അത് ഇല്ലല്ല അതവന്റെ അനിയത്തി. ഇത് ആരുടെ ഇത് എന്നെ പോലെ നിക്കുന്നേ? എന്നെ പോലെ ഒരാളെ കാണാവോ നിങ്ങക്ക് അടുത്ത്? ഇല്ലല്ലോ. അതെ ചന്ദ്ര, മേളിന്ന് ആരോ എന്തൊക്കെയോ ചെയ്യുന്നതാ. ഇല്ല നിന്നെ സഹിക്കുന്ന തന്നെ വലിയ പ്രശ്നം, വലിയ കാര്യം നമുക്ക്. അപ്പോഴാണ് നിന്നെ പോലത്തെ വേറൊരുത്തിനെ. പിന്നെ പോയി തോല എന്തേലും ചെയ്. പോ ചെല്ല് പോ അന്ന് പറ. റോഡിന് ബുദ്ധിയുണ്ട്. നിന്റെ ഈ മോനുണ്ടല്ലോ ആ മറ്റേ ഒരു കൊച്ചു കൊച്ചുമായിട്ട് അത് ഞാൻ പറയുന്നില്ല. അതെ സുന്ദരിക്കുട്ടി എന്ന് വരാമോ? ഒരു കാര്യം പറയാനാ. അതെ ഞാനൊരു കാര്യം പറയാം. എൻ്റെ മോൻ്റെ ഗേൾഫ്രണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ കുറച്ച് സൗന്ദര്യമൊക്കെ ഉള്ള പഠിപ്പും വിവരമൊക്കെ ഉള്ള ഒരു കുട്ടീനെയാണ് ഞാൻ എൻ്റെ മോനെ വേണ്ടിയിട്ട് നോക്കുന്നേ. അപ്പോൾ ദയവ് ചെയ്ത് എൻ്റെ മോനെ വിളയ്ക്കാൻ നോക്കല്ല ഇങ്ങനെ കേട്ടല്ലോ. ഇത് പറയുള്ളവരും ഡയറക്റ്റ് മൊത്തമായിട്ട് പറഞ്ഞ കൊച്ചു വലുതൊന്നും ഞാൻ നോക്കൂല. എൻ്റെ മോനെ പുറകെ നടക്കല്ലേ ദയവ് ചെയ്ത്. കാരണം അവന് കുറച്ച് ബാക്കപ്പും കാശുമൊക്കെ ഉള്ളതാ, അതൊക്കെ ഉള്ളതാ എന്ന് പറഞ്ഞ് എൻ്റെ പോനെ കണ്ണും കലാശമൊക്കെ കാണിച്ച് എൻ്റെ ചെറുക്കനെ വിളയ്ക്കാൻ നോക്കല്. കണ്ണും കലാശമൊക്കെ കാണിച്ച് ഉള്ള കാര്യം ഞാൻ ഇപ്പോഴേ പറയാം മീനുക്കുട്ടി, മനസ്സിലായോ? ആ എന്ത് ചിന്നുകുട്ടി അതുകൊണ്ട് കണ്ണും കലാശം കാണിച്ചുള്ള ആ പരിപാടിയൊക്കെ നിർത്തിക്കോ കേട്ടോ. ഒരു അണ്ണാ ഈ പെണ്ണ് എൻ്റെ ആ 916 എൻ്റെ മോനെ വിളയ്ക്കാൻ നോക്കുന്നുണ്ട്. അല്ല തിരിച്ചല്ല എവക്കാ പ്രശ്നം, അവനെക്കാട്ടി ഇളക്ക എവക്ക. ജോക്കി ഞാൻ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നായിരുന്നു ജോക്കി. ആ ധനലക്ഷ്മി നല്ല തമിഴൊക്കെ സംസാരിച്ചിരിക്കായിരുന്നു. പോയി ജോക്കി അപ്പപ്പോ ഉടക്കി. നീ തൊട്ടത് JDP-യിലെ ഒരു നെടുംകുറ്റിയാണ് നീ പഠിച്ചിട്ടത്, മനസ്സിലായി? നീ JDP-യിലെ നെടുംകുറ്റിയാണ് നീ അടിച്ചിട്ടത് ഇപ്പം, മനസ്സിലായാ? ചന്ദ്ര നോക്കി നിൽക്കുന്ന അടിച്ചിട്ട് ചന്ദ്ര എനിക്കതിനെ തല്ലാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ചേട്ടനെ തല്ലിയിട്ട് ചന്ദ്ര നോക്കി നിൽക്കാതെ അടിച്ചിട്ട് ചന്ദ്ര കണ്ടോണ്ടിരിക്കുമല്ലേ. അറിഞ്ഞുകൊണ്ട് ജോക്ക് നടന്നു വന്നപ്പോ തന്നെ മാറ്റി നോക്കേണ്ട കാര്യം എന്തായിരുന്നു? എണീറ്റ് ഉടനെ ഇവിടെ വലിയ പ്രശ്നമാക്കി ഇങ്ങനെ എണീറ്റ് ഉടനെ അതെ നിങ്ങൾ ഒരകലം ചിന്നുകുട്ടി ഇപ്പുറത്ത് മാറിയില്ലേ, സൂര്യ അപ്പുറത്ത് ഇല്ലേ? എടി നിന്റെ തന്തയുടെ പ്രായമുള്ള ഒരാളെ എന്റെ കാലിന്റെ കാഫിന്റെ എത്ര ഉള്ളൂ നീ ഓടി കൊരങ്ങി ഇങ്ങോട്ട്. എന്താടാ ഓടാ വാ ഇങ്ങോ. എന്താ
ആ പറ. മാറിപ്പോടാ മാറി. ആ സൂര്യക്ക് സൂര്യക്ക് കേട്ടില്ല. സൂര്യക്ക് ആ ഈ നാട്ടില് ബുദ്ധിയല്ലല്ലോ. ഇവിടെ മാറ്റർ ബുദ്ധിയല്ലല്ലോ. ഇത് ഇവിടെ മാറ്റർ ബുദ്ധിയല്ലല്ലോ. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഇങ്ങോട്ട് എന്തോ ആ അമ്മായിച്ചനാ നീ വളരെ ആദ്യം. ഹലോ ഇതാരാ? ഹലോ ആ ആ നീ ഇന്നലെ ഇതൊക്കെ പറഞ്ഞിട്ട് നീ എന്നെ ഇന്നലെ എന്തോ തെറി വന്നിട്ട് ഓടിയില്ലടി. മോളെ നീ എന്നെ ഇന്നലെ ഇതൊക്കെ പറഞ്ഞ് എന്നെ സോപ്പിട്ടിട്ട് നീ എന്നെ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് തെറി വിളിച്ചിട്ട് പോടാ പട്ടിന്ന് വിളിച്ചിട്ട് നീ ഓടി നീയല്ലടി. ആ ഇല്ല ഇത് നടത്താൻ സമ്മതിക്കില്ല. നടത്തി തരത്തില്ല. പിന്നെ എന്റെ ചെറുക്കൻ കുറച്ച് അടക്കം ഒതുക്കോളെ കൊച്ചിനെ നോക്കണം. അടക്കം ഒതുക്കോളെ. അല്ലെങ്കിൽ ഇതുപോലെ ഇളകി നടക്കുന്നവനൊന്നും എന്റെ ചെറുക്കനെ കൊടുക്കൂലേ. ആര് പറഞ്ഞു? നമ്മള് കല്യാണം ഉറപ്പിച്ചല്ലോ. പടികളാ തെണ്ടി പോയി പോടാ. അതെ എലി പഠിക്കുന്ന ചെറുക്കൻ്റെ അടുത്ത് അനാവശ്യമായിട്ടൊന്നും സംസാരിക്കില്ല. പഠിക്കുന്ന ചെറുക്കൻ്റെ അടുത്ത് മനസ്സിലായ? അച്ഛനെ കണ്ടാ പഠിക്കുന്നതെന്നാണ് അവൻ പറഞ്ഞത്. സ്കൂളിലല്ല പഠിക്കുന്നതെന്നാ. അതെ ഞാനേ അലീനയ്ക്ക് ഡിവോഴ്സ് പെറ്റീഷൻ അയച്ചിട്ടുണ്ട്. അതൊന്ന് സൈൻ ചെയ്യാൻ പറഞ്ഞ അവരുടെ അടുത്ത്. രക്ഷപ്പെട്ടു. ഞാനുണ്ടല്ലോ ആ ജോണി മാമിന് കെട്ടിച്ചു കൊടുക്കും അവളെ. എലി കുറച്ച് പ്രായം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ അങ്ങനെ പൊന്നു പോലെ നോക്കുമെന്ന് നമുക്കറിയാം കേട്ടാ. അങ്ങനെ നോക്കട്ടെ. എടാ നിന്നെ പോലുള്ള ഒരെണ്ണത്തിനെ കെട്ടുന്നതില്ലെന്ന് അങ്ങനെ അപ്പൂടെ ജീവിക്കുന്നതാ. ഇതാണ് ഞാൻ 6 മാസം എന്റെ വാസവന്റെ അടുത്ത് പറഞ്ഞത്. സെയിം ഡയലോഗ്. എലി കെട്ടാൻ നല്ല സുമതി അമ്മായിനെ കെട്ടാനാണ് ഞാൻ പറഞ്ഞത്. സുമതി അമ്മായി ഒഴിച്ച് ബാക്കി എല്ലാരും അങ്ങനെ കെട്ടുന്നുണ്ടല്ലോ. പൊന്നു പോലെ നോക്കിയോളെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വാസവൻ ഉരയ്ക്കാൻ നോക്കി. അപ്പൊ തൂക്കി. നീ അനാഥനാണ്. നിന്നെ അനാഥനാക്കുമല്ലോ ഞാൻ. അതെ ഞാനൊരു കാര്യം പറ്റേ. നീ ഇങ്ങനെ എവിടുന്നോ വന്നിട്ട് എന്റെ ജീവിതത്തിൽ കയറി ഒരുപാട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കതങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ സൂര്യ? ചന്ദ്ര ഈ കൊച്ചിനെ വളർത്തുന്നത് ഈ എലിയാണെന്നാണ് എലി പറയുന്നത്. ഇത് എലിയുടെ ഈ അമ്പത്തൂരിന്റെ എനിക്കുറപ്പാ. എലിയുടെ എല്ലാ ദുർഗുണ സ്വഭാവവും ഈ കുട്ടിക്കുണ്ട്. അഹങ്കാരം. എനിക്കെന്താ പ്രശ്നം? സത്യം മാത്രമല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഇവള് ഈ ചന്ദ്രനെ തന്തയ്ക്ക് വിളിക്കുന്നത് കേൾക്കുമ്പോ ഞാൻ തന്നെയാണെന്ന് തോന്നിപ്പോകാറുണ്ട്. അത് സത്യമാണ് ജോക്കി പറഞ്ഞത്. ബാക്കിയൊന്നും ഞാൻ 5 ബോയ് ഫ്രണ്ട് ഉണ്ട് ഈ സിറ്റിയില്. ഈ കൊച്ചു നിന്റെ അല്ലേ? ഈ ചിന്നുമോള് നിന്റെ ആണോ? എനിക്ക് സംശയമുണ്ട്. എനിക്ക് നല്ല സംശയമുണ്ട്. നീ കാണാൻ നിന്നെ പോലെ തന്നെ ഉണ്ട്. നിന്റെ അതേ സ്വഭാവവും നിന്നെ പോലെ തന്നെ കാണാനും. ഇത് നിന്റെ മോള് തന്നെ. അങ്ങ് ദത്തെടുത്തോ. അതാണ് പറഞ്ഞേ. ഇത് നിന്റെ നീ എവിടുന്നോ പോയി കൊണ്ടുവന്നത്. ആ നമ്മ നീ ആര് പാവ്? നീ പാവന്നാ എടി. നിന്നെ പോലത്തെ ഒരു എരണം കെട്ടാനാണ് ഈ സിറ്റി കണ്ടിട്ടില്ല. എന്റെ മോനെക്കാട്ടിലും തറയാണ് നീ. കണ്ട പാമ്പ് ഓന്ത് മാറും ഇതുപോലെ. ഓന്ത് മാറും ഇതുപോലെ. കാര്യം നടക്കാൻ വേണ്ടിട്ട് അവളങ്ങ് പോടി. ചത്താല് കെട്ടിച്ചേർത്തിട്ടുണ്ട്. ചത്താല് ഒരു മിനിറ്റ് മറ എടാ ഓന്തേനുണ്ടായവനെടാ പോടാ എന്റെ കൺമുന്നിന്ന്. ടീച്ചറിനോട് പറ. അതില്ല അത് പോയി. അതെ ഞാൻ കാര്യം പറ്റേ. ഞാൻ പറ്റേ സ്നഗ്ഗി പോലും മാറ്റാത്തൊരു കൊച്ചിന്റെ അടുത്ത് ബായ് അമ്മായിപ്പിനെ പറ്റി ചോദിക്കുന്നത് നിനക്കാടി ബുദ്ധിയില്ലാത്തത്. മനസ്സിലായടി നിനക്ക് വൃത്തികെട്ട ഇത്ര കൾച്ചറിലത്ത് ഞാൻ ഈ കൊച്ചിനെ സംസാരിക്കും. അയ്യേ അഴുക്ക ജന്മം കൊടുത്തത് കാതലി മുനിയമ്മ.
എന്ത് ആ ടർഫപ്പിഴ് 10 രൂപ 19 ലാനപ്പെട്ടാ ചന്ദ്രു ലൈനപ്പ് അണ്ണ ഇടും ലിസ്റ്റ് ഞാൻ ഉണ്ടോ അല്ല ഉണ്ടോ ചോദിക്കടാ അണ്ണ ഇട് ഇടും അണ്ണ നമുക്കൊരു ലിസ്റ്റ് ഒക്കെ ഇടാ ചന്ദ്രു നമുക്ക് നമ്മള് ചെയ്യുന്നേ. വെറുതെ അണ്ണൻ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ ഒരു ലിസ്റ്റ് ഒക്കെ ഇടാ ചന്ദ്രു നമുക്ക് എല്ലാവർക്കും ഇറങ്ങി കളിക്കാം ഇതാര് കാട്ടാളന്നെ ചാക്കോ ആ ചാക്ക് വരാം. ഓ ഓ, കൊട്ടാക്കോ. അല്ല, സുഖം, സുഖം. കൊട്ടാന്നാ പറ. ഞാൻ സഞ്ജി ആ, എടാ രായ നമുക്കേ ആ ചിന്നുമോളെ ആ എലിയുടെ തലയ്ക്ക് വെച്ച് അടിച്ചു കൊടുത്താലേ ആ, അത് നൈസ് കഴിയാവാ. നല്ലൊരു കാര്യമാണ് നൈസായിട്ട് കൊണ്ട് കേസ് കൊടുത്താലേ വാ, വാ, വാ. അത് നല്ലതാണ് നല്ലൊരു തീരുമാനമാണ് അവളെ ഒന്ന് അകത്തിടണമെന്ന് എനിക്ക് പല വാസവണ്ണം പിടിച്ച് അച്ഛനാക്കല് എന്താ പറയാ അവസാനം പിടിച്ച് അച്ഛനാക്കാം. എലി 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 ഇങ്ങോട്ടാ ഞാൻ കാര്യം പറയട്ടെ ഒരു കിടില ഐഡിയ ഉണ്ട് ചിന്നിമോളെ താഴെ ഇറക്കാം ആദ്യം ഓഫ് മാറുന്നു സ്നഗ്ഗി പറ്റില്ലേ കൊച്ചി ഇച്ചിമുള്ളി 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 മാറ്റിക്കൊടു നീ. ഇന്നേ എടി നിനക്ക് വാസവണ്ണായിട്ട് ഒരുമിക്കാൻ എന്തേലും തോന്നുന്നുണ്ടോ ഇപ്പോ എടി ചെറുതായിട്ടെങ്കിലും വേറൊരു കാര്യമുണ്ട് ഇതില്. സൂര്യബോസിന്റെ അപ്പി ഒരു ചന്ദ്രന്റെ ജീവിതമേ എന്താടാ ഏടാ എന്താടാ പോടാ ഭയങ്കര കടി, എടി, ഇങ്ങ് വാ, ഇങ്ങ് വാ, ഇങ്ങ് വാ. വാ 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 അതായത് എലി ഉം. ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ മാറിപ്പോടാ അടുത്ത മാസം അണ്ണന് വലിയൊരു കോൺട്രാക്ട് വരുവാണ്, മനസ്സിലായോ? ഞാൻ അതല്ല പറയണ നിനക്ക് താല്പര്യം ഉണ്ടോ ഇല്ല ഞാൻ അതാ ചോദിക്കണേ എലി കാര്യമായിട്ട് ചോദിക്കണേ എലി നിനക്ക് വലിയൊരു വാസവണ്ണായിട്ട് contract വരുവാണ്. ഒരു നിനക്ക് വാസവണ്ണായിട്ട് ഒരുമിക്കാൻ താല്പര്യം ഉണ്ടോ ഇല്ലേ ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാം മനസ്സിലുണ്ടെന്ന് ചെറുതായിട്ടെങ്കിലും എനിക്ക് ഒരു ആഗ്രഹം ഇല്ലടാ ബിക്കോസ് എനിക്കൊരു വേറൊരാളെ ഇഷ്ടം. ആരെ അതാര്? അത് പറയത്തില്ല. എനിക്കൊരു ബേബി ഉണ്ട് ഇപ്പൊ. ആ, I have a baby. ഗൈസ് ഒരു സെക്കൻഡ് ഞാൻ എലിയെടുത്ത് സംസാരിച്ചിട്ട് ഇപ്പൊ വരാം ഒരു അത് ദേവക്കുട്ടി ഒരു സെക്കൻഡ് അതാരെന്നറിയോ? അതാരെന്നറിയോടാ ബേബി? ആര് ആരാണ്? ജോക്കിയല്ലേ? അയ്യേ! അത് ബേബി അല്ല അത് ബേബി ഉള്ള ആള് ഹലോ സുരക്ഷ പറയുന്നതാ. ഇത് കാരണം നമ്മുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് അതാണ് ഞാൻ പറയണത് കണ്ണാപ്പിയുടെ കൂടെ നടക്കണ ID ബേബിയടാ. പറ, ID പറ, ID ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ചിന്നുമോളെ നീ തിട്ടെടുക്കണം ഉം. എന്നിട്ട് കേസ് കൊടുക്കണം പാസ്വേഡിനെ വയറ്റി തന്നിട്ട് പോയതാണ് എന്നിട്ട് ഇപ്പം എടി അതിന്റെ കോമ്പറ്റീഷൻ ആയിട്ട് മറ്റേ പൈസ കിട്ടുമല്ലോ നമുക്ക് കോളേജും പണിയാം. ഇല്ല മനസ്സിലായി ഞാൻ ഒരു കാര്യം പറയട്ടെ ഒന്നല്ലെങ്കിൽ നിനക്ക് വാസവണ്ണ കിട്ടും അല്ലെങ്കിൽ നിനക്ക് കോമ്പൻസേഷൻ ആയിട്ട് കാശ് കിട്ടും കാശ് കിട്ടും. ആ നിനക്കാണെങ്കിൽ സ്കൂളിൽ നിന്ന് കോളേജും തുടങ്ങാം. എന്തിനു പറയണേ? അതെ. പക്ഷെ സ്ട്രോങ് ആക്കാം, ഇത് നമ്മളെ ഞാൻ സഹായിക്കാം. ഇത് ഞാൻ മുന്നിൽ നടന്ന എല്ലാം ചെയ്തോളാം നീ മുന്നിൽ നടന്ന് എന്നെ അങ്ങ് മൂഞ്ചിക്കുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. സത്യമായിട്ടും ഇല്ല ഇത് വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ നിനക്ക് ഓസ്റ്റിനെ ഒരു ബോയ് ഫ്രണ്ടിനെ ഒരു മോളെ അല്ല അതായത് നിങ്ങള് ആ, നീ പറയണ ആളെ ഞാൻ ബോയ് ഫ്രണ്ട് ആക്കി തരാം. Okay. എന്റെ പേരൊന്ന് പറയല്ലേ എലി എനിക്ക് അയ്യേ, ഈ ഇവിടെ ഈ ഞാനുണ്ടല്ലോ, ഞാൻ ഈ സിറ്റിയിലെ കടലിൽ ഡോക്ടറിലാവാ. ചത്താലും ഡോക്ടറിലാവും. അയ്യേ. ആക്കി തരാം. എനിക്ക് അങ്ങനെയാണ് തെണ്ടിയുടെ റേഡിയോ എന്താ മേടിക്കണം. എന്താ കേട്ടില്ല അതിന് അങ്ങനെ മേടിക്കണം. കേട്ടില്ല 400 പഴയ 600 കോടി കേട്ടാ. 400 കോടി 400 കോടിയൊക്കെ വാസുണ്ടെങ്കിൽ ചുമ്മാ പുഷ്പം മറിക്കുന്ന പോലെ കിട്ടുന്നൊക്കെ ഒരു 1000 കോടി പറ 1000 കോടി 400 നിനക്ക് ബാക്കി നമുക്ക് ഞാൻ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിട്ട് കൊച്ചു നിന്റെ ആക്കണം ആദ്യം കൊച്ചു നിന്റെ ആക്കണം ഈ കൊച്ചിന്റെ തന്തയാര് നടത്തി കഴിഞ്ഞാൽ ഞാൻ മൂഞ്ചിയല്ലോ. ഇതിന്റെ ടെസ്റ്റ് ഒക്കെ നോക്കാൻ നേരത്തെ പോലീസിൽ ഞാൻ എൻഡിആർ PDനെ എൻഡിആർ EMSനെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിക്കും അത്രേ ഉള്ളൂ. 100 സിയർ അവിടെ പോയി. അത്രേ ഉള്ളൂ പക്ഷെ ഈ കൊച്ചു നിന്റെ ആണെങ്കിൽ ഇതിന്റെ തന്ത വാസമുണ്ട് അത്രേ ഉള്ളൂ നിങ്ങള് പണ്ട് ഓയയില് പോയ ഓർമ്മയുണ്ടാ? മറ്റേ ബോബ് കൊണ്ടുവന്ന ഓയിൽ. 2 വർഷം മുമ്പ് പോയോണ്ട് ആ ഇത് കുറച്ച് ചിന്നുവിന് എത്ര വയസ്സെന്നാണ് വിചാരം? ആ ചിന്നു കുറച്ച് വയസ്സായില്ലേ ആ, വയസ്സായില്ലേ? പക്ഷെ ഞാൻ അറിയാതെ കൊണ്ടുപോയി പ്രസവിച്ചെന്ന് പറയണം. ആ നീ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നീ ഇല്ലായിരുന്നല്ലോ, ആ സമയം നോക്കി അങ്ങ് കാച്ച. സിമ്പിൾ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പത്തെ അതല്ലേ ഞാൻ വാസുവിന്റെ അടുത്ത് നൈസോടെ ഒന്ന് അവതരിപ്പിച്ച് നോക്കാം വരുമ്പോ എന്ത് എനിക്ക് കൊച്ചുണ്ടായെന്നാ? നാട്ടില് അങ്ങനെ അങ്ങനല്ല നാട്ടില് കൊച്ചാതെന്ന്. നാട്ടില് പരക്കെ സംസാരമുണ്ട് വാസുവിന്റെ മോളാണ് ചിന്നിക്കുട്ടി എന്ന് പറയുന്നത് എന്നുള്ള രീതിയില് ബാലല്ലേ ചിന്നിക്കുട്ടിയുടെ അച്ഛൻ ബാലനല്ല. അല്ലല്ല വേറെ അത് മീനുട്ടിയല്ലേ ഓ അത് എല്ലാം മീനുട്ടി. എന്തൊക്കെ കുട്ടികളാ ഇവിടെ ആ ഓക്കെ
ഇത് nice പക്ഷെ ഒരു- എനിക്കൊരു കാര്യം പറയട്ടെ ചന്ദ്ര, നിന്നെ വിശ്വസിക്കുന്നതിന് പകരം ദേ, ആ, അയ്യോ മാർപ്പി സോറി ആ, ഇത് തന്നെ, എടി ഇത് ഇതണ്ട തുണി എടി ഉരുക്കി അതല്ല എടി പോകുന്നതായിരിക്കും നല്ലത്. ഈ ഹാർട്ടില്ലെന്ന് പറഞ്ഞിട്ട് വാസവനെ വളച്ചേ നിന്നെ മനസ്സിലായില്ലേ ഈ നെഞ്ചത്ത് മനസ്സിലായില്ലേ ഇപ്പൊ നിനക്ക് എന്നെ വിശ്വസിക്കാം പിന്നെ ഞാൻ വിശ്വസിക്കാം. സത്യല്ലേ നിന്റെ ആർട്ടില്ലെന്നും അല്ല, പറഞ്ഞില്ലേ എനിക്ക് ആ, ഹാർട്ടിൽ ഇതിന് ആദ്യം തുളയെന്ന് പറഞ്ഞിട്ടാണ് എന്നെ നല്ല വളച്ചത്. നിന്നെ വളച്ചത് മനസ്സിലായില്ലേ ആ ഹാർട്ടാണ് സത്യം ഞാൻ നിന്റെ കൂടെ നിൽക്കും കട്ടാക്കി സത്യല്ലേ ഇങ്ങനെ എലി ഇങ്ങനെ നടക്കേണ്ട കൊച്ചല്ല. നമ്മളെ ഗാങ് ഹൗസിന്റെ അകത്ത് ഒരു റാണിയുടെ പദവി ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. രായ്, ഇന്നലെ രാത്രി നീ കണ്ടപ്പോ ഇതല്ല പറഞ്ഞേട്ടാ, എന്റെ അണ്ണന് പറ്റിയ അബദ്ധമാണ് നീ എന്നാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞു ഓ അങ്ങനെ ഇവനാ അങ്ങനെ പറഞ്ഞ അല്ലല്ല, നീ രായം പറഞ്ഞു. ഞാൻ എപ്പൊ പറഞ്ഞു എലി അപ്പൊ നമ്മള് ഇന്നോട്ട് നമ്മളിതിന്റെ മൂ തുടങ്ങുവാണ് വാസവനെ വരുമ്പോ തൊട്ട് ഞാൻ ചെറുതായിട്ട് ഇതൊന്ന് സൂചിപ്പിക്കുക എങ്ങനെ കേട്ടാ എടാ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഒരു ട്രോമ കഴിയാൻ വേണ്ടി ഞാൻ 1.5 വർഷം എടുത്ത്. ഇനി അടുത്ത ട്രോമയിൽ എന്നെ വീണ്ടും കൊണ്ടിട്ടിട്ട് ഈ ട്രോമ കഴിയാൻ ഞാൻ അടുത്ത 1.5 വർഷം നീ ഒന്ന് ചില്ലാവ് ഇത് എല്ലാത്തിനും വഴി ഉണ്ടാക്കാൻ ചില്ലാവ് ആദ്യം ഓക്കെ അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ട് കേട്ടാ എല്ലാം സെറ്റാക്കേ ഞാൻ അങ്ങോട്ട് നോക്കിട്ട് എന്താ അവസ്ഥ നോക്കട്ടെ ഓക്കെ പോയിട്ട് എലി ഓൾ ദ ബെസ്റ്റ്.